കല്യാണ മണ്ഡപത്തിനും കാറ്ററിംഗുകാർക്കുള്ള അഡ്വാൻസ് ഇന്ന് തന്നെ കൊടുക്കണം. അതിനുള്ള കുറച്ച് രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വെയിറ്റ്, ഞാനുണ്ട്. 50,000 കേട്ടിട് കളി. സെറ്റ്. ദൈവമേ, എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് കൂട്ടിവെച്ച പണം. ഈശ്വരാ. മോളെ, എന്താ മുത്തശ്ശ? പലവട്ടം പറഞ്ഞത് തന്നെയാണ്, എങ്കിലും വീണ്ടും പറയണമെന്ന് എനിക്ക് തോന്നി. സിദ്ധാർത്ഥനെ സ്നേഹബോധം പരിചരിക്കുന്നത് കാണുമ്പോൾ അയാളുടെ വീട്ടുകാർക്കത് വളരെയേറെ സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷേ എനിക്കതല്ല, ആദ്യമാണ്. നിന്റെ ജീവിതം എവിടെ ചെന്നെത്തുമെന്നുള്ള ആശങ്കയാണ്. ഒരു തെറ്റായ തീരുമാനത്തിന് ഞാനും കൂടി കൂട്ടുനിൽക്കുകയാണെന്ന് തോന്നലാണ് എൻ്റെ മനസ്സിൽ. മുത്തശ്ശ, മോളെ, നിന്റെ തീരുമാനങ്ങൾ മാറ്റാൻ ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. ജീവിതമാണ്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് വിവാഹം. നല്ലതുപോലെ ചിന്തിക്കണം.
വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഇത് വേണോ മോളെ? വേണം മുത്തശ്ശ. ഇത്രയും വലിയൊരു ത്യാഗം വേണമെന്ന് ഒന്നുകൂടി ചിന്തിക്കും മോളെ. ഞാൻ ചെയ്യുന്ന ത്യാഗമൊന്നും അല്ല മുത്തശ്ശ. ത്യാഗം സഹിച്ചല്ല ഞാൻ ഈ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഇത് പൂർണ്ണമായ മനസ്സോടെ ഞാൻ എടുത്ത തീരുമാനം തന്നെയാ. ഇനി ഒരു പുനരാലോചനയും ഇക്കാര്യത്തിൽ വേണ്ട. മുത്തശ്ശ, ഞങ്ങളുടെ വിവാഹം നടക്കണം. അത് നടക്കും. മായാണല്ലോ. ഹലോ. സുലോചനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. നല്ല വിശേഷങ്ങൾ തന്നെയാ. അല്ല, ജാനകി ചേച്ചിയും മഹിയേട്ടനും സിദ്ധു ഒക്കെ അവിടെ വന്നിരുന്നോ? ആ, വന്നിരുന്നു. വന്നിട്ട് ദേ കുറച്ചു മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് അവരെന്തു പറഞ്ഞു? അവര് കല്യാണ ചെലവിന്റെ കാര്യം സംസാരിക്കാനാ വന്നത്. കല്യാണത്തിന്റെ സകല ചെലവുകളും ജാനകി മേഡം നോക്കിക്കോളാന്ന് പറഞ്ഞു. അല്ല, ആ സ്ഥിതിക്ക് ഞങ്ങളാൽ സാധിക്കുന്ന കാര്യം, അതായത് എനിക്കും മായയ്ക്കും സാധിക്കുന്ന കാര്യം ഞങ്ങളും ചെയ്യണമല്ലോ സുലോചനെ. അയ്യോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ? അല്ല, ദേവികയുടെ അമ്മ ശ്രീകലയ്ക്ക് ദേവികയും സിദ്ധുവുമായിട്ടുള്ള വിവാഹത്തിനോട് ഇപ്പോഴും താല്പര്യമില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഓ, അതൊന്നും കാര്യമാക്കണ്ട. ദേവികയ്ക്ക് സമ്മതാണല്ലോ, അത് മതി. അല്ല, എന്നാലും അത് പോരല്ലോ. ഒരു കല്യാണം നടക്കുമ്പോ അമ്മയുടെ അനുഗ്രഹവും അനുവാദവും ഒക്കെ വേണ്ടതല്ലേ? ശ്രീകലയോട് ദേവിക ആവുന്നത്ര പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും ശ്രീകലയുടെ തലയിലോട്ട് കേറുന്നില്ല. പറയേണ്ട വിധത്തിൽ പറഞ്ഞാല് ശ്രീകലയ്ക്ക് അത് ബോധ്യാവും. ശ്രീകല സമ്മതിക്കുകയും ചെയ്യും സുലോചനെ. ഓ, അതിലൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. സുലോചന, ആ സ്ത്രീകളുടെ ഫോൺ നമ്പർ എന്താ? ഞാനൊന്ന് സംസാരിക്കാം. സ്ത്രീകളുടെ അനുവാദം ഞാൻ വാങ്ങിച്ചോളാം. അതൊക്കെ വലിയ പൊല്ലാപ്പാവുന്നേ. ശ്രീകലയോട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. അല്ല, സുലോചനയ്ക്ക് ശ്രീകലയുടെ ഫോൺ നമ്പർ തരുന്നതിൽ പ്രയാസമുണ്ടോ? ഉണ്ടോ? അല്ല, എങ്കിൽ വേണ്ട. അല്ല, എനിക്ക് നമ്പർ തരുന്നതിൽ എനിക്കിപ്പോ എന്താ? അതിന് പ്രയാസമൊന്നുമില്ല. എന്നാ പിന്നെ നമ്പർ ഇതാ, ഞാനൊന്ന് സംസാരിക്കട്ടെ. അല്ല, ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ നേരെയാവും, അതുറപ്പാ. നമ്പർ പറ സുലോചനെ. ഹലോ സുലോചനെ. ആ, സുലോചനെ, ഞാൻ സ്ത്രീകളെ വിളിച്ചത് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. ആ, ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനിയാണ് കളി. അനീഷേട്ടന് ഇതെന്തു പറ്റി?
അനീഷേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല. പിന്നെന്താ വന്ന പാട് ഡ്രസ്സ് പോലും മാറ്റാതെ കട്ടിൽ കയറി കിടക്കുന്നേ? എന്താ സുഖമില്ലേ? നീ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? എന്നോട് എന്തിനാ ചൂടാവുന്നേ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എനിക്കിത്തിരി സ്വസ്ഥത വേണം. സ്വസ്ഥത നശിക്കാൻ വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായേ? അനീഷേട്ട എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നേ? എനിക്കാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. നീ വെറുതെ അത് കൂട്ടാൻ നിൽക്കരുത്. വെറുതെ ഒരാൾക്ക് ഭ്രാന്ത് പിടിക്കോ? എന്താ കാര്യം അത് പറയേ. കാര്യം അറിഞ്ഞാൽ എനിക്ക് സമാധാനാവോളോ? കാര്യം അറിയണം എനിക്ക്. വീണ്ടും ചീട്ട് കളിച്ച് കാണും. കളിച്ച് കളിച്ച് കയ്യിലെ കാശ് മുഴുവൻ പോയിട്ടുണ്ടാവും. അതാ ഈ നിരാശയും തളർച്ചയും ദേഷ്യവും ഒക്കെ. മഞ്ജു, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചീട്ട് കളിക്കുന്നത് നീ കണ്ടോന്ന്? ഇല്ലല്ലോ. അപ്പൊ നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എടി, നിന്റെ തലയിൽ കൈവച്ചല്ലേ ഞാൻ സത്യം ചെയ്തേ. അത് ഞാൻ തെറ്റിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതും കേട്ടതൊക്കെയാ. എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യും, പിന്നീട് യാതൊരു മനസ്താപവും ഇല്ലാതെ അത് മറക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല. ഞാൻ നിനക്ക് തന്ന വാക്ക് മറന്ന് പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കേയില്ല. പിന്നെന്തിനെങ്ങനെ വിഷമിക്കുന്നേ? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എടി, എന്റെ 2 പെങ്ങന്മാരുടെ വിവാഹം ഒരുമിച്ച് വീട്ടിൽ നടക്കാൻ പോകുന്നേ. ഒരാങ്ങളെന്ന നിലയില് ഞാനാണ് മുന്നിട്ടുന്നത് 2 നടത്തേണ്ടത്. പക്ഷെ എന്റെ കയ്യിൽ അതിനു വേണ്ട പണമൊന്നുമില്ലല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? എവിടുന്ന് പണം കണ്ടെത്തും? അനീഷേട്ടാ, നമ്മുടെ അവസ്ഥ ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എടുത്താ പൊങ്ങാത്ത ഭാരം ഒന്നും എടുക്കാൻ നിൽക്കണ്ട. കയ്യിലുള്ള എന്താന്ന് വെച്ചാ അത് കൊടുത്താ മതി. അതിലാരും അനീഷേട്ടനെ കുറ്റപ്പെടുത്തില്ല, ഒരു പരാതിയും പറയില്ല. കയ്യിലുള്ള എന്ന് പറയുമ്പോ നാളെ അനീഷേട്ടന് ശമ്പളം കിട്ടുമല്ലോ. അത് കിട്ടുമ്പോ അനീഷേട്ടന് സാധിക്കുന്ന തരത്തിൽ അനീഷേട്ടൻ കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കണം. അനീഷേട്ടാ, ദേവിക തന്ന അഡ്വാൻസ് പണം ഇട്ടുകൊടുക്കേണ്ടവർക്ക് ഇട്ടുകൊടുത്തോ? എന്തു പറ്റി? എന്താ ഒരു ടെൻഷൻ? എന്താ പ്രശ്നം? അത് കൊടുത്തില്ലേ? അത് കൊടുത്തു. മോളെ. അച്ഛാ, ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാനാ വിളിച്ചേ. പറമോളെ. നാളെ കഴിഞ്ഞുള്ള ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അച്ഛനറിയോ? അത് മറക്കാനാവില്ലല്ലോ മോളെ. എന്റെ മോന്റെ ഓർമ്മ തന്നെയല്ലേ. മുത്തശ്ശ, അമ്മയാണോ? ഇങ്ങിതാ. അമ്മേ, അച്ഛന്റെ ഓർമ്മ ദിവസത്തെക്കുറിച്ച് ഞങ്ങളിവിടെ പറയുമായിരുന്നു. മറ്റന്നാൾ ഞങ്ങള് അച്ഛന് ശ്രാദ്ധ കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മേ, അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മ, അമ്മ കേൾക്കുന്നില്ലേ? അമ്മ. എന്താ വലിയ മോളെ, കോള് കട്ടായോ? ഇല്ല, അമ്മയൊന്നും മിണ്ടുന്നില്ല മുത്തശ്ശ. അമ്മേ, നിന്നോട് എനിക്കിനി ജീവിതത്തിൽ സംസാരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. പിന്നെ എന്തിനാ നീ മിണ്ടുന്നത്? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, ഒന്ന് കേൾക്കാനും. അമ്മേ, ഹലോ ഹലോ. കോള് കട്ടായി. മുത്തശ്ശ. മോളെ, കരയില്ലേ?
അന്ന് നിങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോ ഈ ഗതി വരില്ലായിരുന്നു. ഒരിക്കലും നമ്മുടെ കുടുംബം ഇങ്ങനെ ചെതറിപ്പോകില്ലായിരുന്നു. നിങ്ങൾ പോയതോടെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു. പക്ഷേ അവന്റെ ആ മുഖം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ ഇല്ലാതാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. അവനോട് പകരം ചോദിക്കാതെ ഞാൻ അടങ്ങില്ല. ഈ നാഗപൂജയും കൂടി പൂർത്തിയായ കുട്ടന് വേണ്ടി നടത്തേണ്ട പരിഹാര കർമ്മങ്ങളെല്ലാം നടത്തിക്കഴി. ഈ പരിഹാര ക്രിയകളൊക്കെ സ്വീകരിച്ച് ഈശ്വരന്മാർ എത്രയും പെട്ടെന്ന് കുട്ടന്റെ അസുഖം ഭേദമാക്കി തരട്ടെ.
ഭാർഗവിയമ്മേ, സിദ്ധാർത്ഥൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തോ ഒരു വലിയ പാപത്തിന്റെ ഫലമാ ഇപ്പൊ അനുഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരിയാ തിരുമേനി. ദോഷങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയാണല്ലോ ഈ പരിഹാര കർമ്മങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇതെല്ലാം ചെയ്തത് വളരെ നന്നായി.